സനോജ് കൂടി കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം, കോട്ടയത്ത് അക്ഷരനഗരിയിൽ ഈ തൊഴിലാളികളുടെ ഈ മഹാസമരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്, അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് പോകാം. സനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കോട്ടയം ഈ മഹാസമരത്തോട് പ്രതികരിക്കുന്നത്? ഇത്രയും സമയമാകുമ്പോൾ, സമയം 7:30 ആയല്ലോ, 7:30 മണിക്കൂറായിരിക്കുന്നു പണിമുടക്ക് ആരംഭിച്ചിട്ട്. ആദ്യ മണിക്കൂറുകളിലെ പ്രതികരണം എങ്ങനെയാണ്? മനു, അക്ഷരനഗരിയും നിശ്ചലമായ അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടുത്തെ തൊഴിലാളികളൊക്കെ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണ നിലയിൽ ഞാൻ നിൽക്കുന്ന ഈ തിരുനക്കരയിൽ അതിരാവിലെ തന്നെ നൂറുകണക്കിന് തൊഴിലാളികൾ ഇവിടെ എത്തുകയും മറ്റേ തൊഴിലിടങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചകളും ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നില്ല. വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ ഇവിടെ നിശ്ചലമായ അവസ്ഥയാണ്. എന്തായാലും ഈ പ്രദേശങ്ങളിലേക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമാണ് നടക്കുന്നത് കാണാൻ കഴിയുക. സാധാരണ ഓട്ടോറിക്ഷകളും ഒപ്പം തന്നെ ടാക്സി വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിരക്കുള്ള ഇടമാണ് ഇവിടം. എന്നാൽ ഇപ്പോൾ ഈ സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, ഒറ്റപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്നത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഈ അല്പസമയത്തിനകം ഇവിടെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ മാർച്ചും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. KSRTCയിൽ നിന്നും സർവീസുകൾ കാര്യമായി ഇന്ന് നടന്നിട്ടില്ല. 1-2 സർവീസുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഒരു കുമളിക്കുള്ള KSRTC സർവീസുകൾ രാവിലെ 6 മണിയോടുകൂടി മാത്രമാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, BMSൻ്റെ നേതൃത്വത്തിൽ ഈ തൊഴിൽ നിയമങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ്. BMS മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. മുൻകാലഘട്ടങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നടക്കുന്ന സമരങ്ങളിലൊക്കെ മോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴും BMSും ഈ തൊഴിൽ പണിമുടക്കിലൊക്കെ ഭാഗമാകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തവണ BMS മാറി നിൽക്കുകയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സംരംഭകരായിട്ടുള്ള ആളുകൾക്ക്, അതായത് സംരംഭം നടത്തുന്ന ആളുകൾക്ക് അവരുടെ തൊഴിൽ സ്ഥാപനം അടച്ചുപൂട്ടി തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള എല്ലാവിധ അനുവാദവും നൽകുന്നതാണ് തൊഴിൽ നിയമം. മാത്രമല്ല, യാതൊരു ആനുകൂല്യങ്ങളും നൽകാതെ നാളെ ഒരു സുപ്രഭാതത്തിൽ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളിയോട് നാളെ മുതൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മടക്കിവിടാൻ പറ്റുന്ന തരത്തിലാണ് ഇന്ന് തൊഴിൽ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അർഹമായ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായ വേതനങ്ങളോ നൽകാത്ത തരത്തിലുള്ള ജനദ്രോഹ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത പണിമുടക്ക് നടത്തുന്നത്. ആ പണിമുടക്കിനോട്, ഈ പണിമുടക്കിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന മനുഷ്യരെല്ലാം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണ് കോട്ടയത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. മനു, നൽകിയത്. ഏതായാലും പണിമുടക്ക് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശക്തമായ രീതിയിൽ തൊഴിലാളി വർഗത്തിന്റെ കരുത്ത് എന്താണെന്ന് കേന്ദ്ര ഭരണകൂടം അറിയുന്ന രീതിയിൽ തന്നെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.